യമനിൽ ഇസ്രയേൽ ആക്രമണത്തിൽ ഹൂത്തികളുടെ പ്രധാനമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും കൊല്ലപ്പെട്ടുവെന്ന് യമൻ സ്ഥിരീകരിക്കുന്നു. ഗസ സിറ്റിയിലേക്ക് ഇരച്ചുകയറിയ ഇസ്രയേൽ സൈന്യവും വ്യോമസേനയും 80ഓളം പലസ്തീനികളെ വധിച്ചു. വെടിനിർത്തൽ ആവശ്യപ്പെട്ട ഇസ്രയേലിൽ പ്രതിഷേധം നടക്കുകയാണ്. ബി ജെയിംസ് വീണ്ടും ചേരുന്നു. വെൽക്കം ബാക്ക് ബി ജെയിംസ്. യഥാർത്ഥത്തിൽ യമനിൽ നിന്ന് വരുന്ന വാർത്ത ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പക്ഷേ അറിയാവുന്ന പോലെ സൗദി അറേബ്യയുടെ എണ്ണപ്പാടങ്ങളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ ഹൂതികളുടെ മിസൈലുകൾ ചെല്ലാറുണ്ട്. സൗദിയുടെ വലിയൊരു ശത്രുവായിട്ടാണ് ഹൂതികൾ അറിയപ്പെടുന്നത്. യമനിലെ ഒന്ന് സൗദി പിന്തുണയുള്ള ഔദ്യോഗിക സർക്കാരുണ്ട്, പക്ഷേ അവിടുത്തെ സന അടക്കമുള്ള തലസ്ഥാനം ആക്കിക്കൊണ്ട് ഒരു ഭാഗം മുഴുവൻ നിയന്ത്രിക്കുന്ന യമനിലെ ഹൂതികളാണ് ഈ ചെങ്കടലിലൊക്കെ വലിയ മരണം വിതച്ചുകൊണ്ടിരിക്കുന്നത്. 200ഓളം കപ്പലുകളെ ആക്രമിച്ചു, നിരവധി കപ്പലുകൾ മുക്കി. അതിനിടെ ഇപ്പോൾ ഹൂതികളുടെ കേന്ദ്രം കണ്ടുപിടിച്ച് അവരുടെ മന്ത്രിസഭാ യോഗം നടന്നുകൊണ്ടിരിക്കെ അതിനുമേൽ ഇസ്രായേൽ സൈന്യം മിസൈൽ വർഷിച്ചു, ബോംബിട്ടു. അവിടുത്തെ പ്രധാനമന്ത്രി അഹമ്മദ് റഹാവി അടക്കം നിരവധി മന്ത്രിസഭാംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വന്നു. ഇപ്പോൾ അവർ യമനിലെ ഹൂതികൾ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിന് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ തന്ത്രം കണ്ടുപഠിക്കേണ്ടതാണ്. ഒരു ഹെസ്ബുള്ള അവിടെ നേതാവിനെ നസ്രുള്ളയെ അവരുടെ ഒരു പ്രധാനപ്പെട്ട യോഗം വലിയ 60 അടി താഴ്ചയിലുള്ള ഒരു സങ്കേതത്തിൽ ചേർന്നുകൊണ്ടിരിക്കെ ഈ ബങ്കർ ബസ്റ്റർ പോലുള്ള ബോംബ് ഉപയോഗിച്ച് തകർത്ത് നസ്രുള്ള അടക്കം ഉള്ളവരെ വധിച്ചു. ഇവരുപയോഗിക്കുന്ന 10,000-ഓളം ഹെസ്ബുള്ളയുടെ പ്രവർത്തകർ ഉപയോഗിക്കുന്ന പേജർ, അതിൽ ടൈം ബോംബ് പോലെ ഒരു ഇത് ഫിറ്റ് ചെയ്ത് പുറത്തിരുന്ന് റിമോട്ട് കൺട്രോളിൽ അത് പൊട്ടിച്ച് 3000 നെറ്റ്വർക്ക് നശിപ്പിച്ചു കളഞ്ഞു. ലെബനനിൽ ഹമാസിൻ്റെ പ്രമുഖ നേതാക്കളെ ഇറാനിലും അതുപോലെ തന്നെ ഗസയിലും വെച്ച് വധിച്ചു. ഇങ്ങനെ ഈ ഇറാൻ്റെ പിന്തുണയുള്ള ഹെസ്ബുള്ളയുടെ, ഹമാസിൻ്റെ, ഹൂതികളുടെ ഒക്കെ നേതാക്കളെ വധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സംഭവമാണത്. അതിനിടയിൽ ഇസ്രായേൽ ഗസയിലെ യുദ്ധം അതീവ രൂക്ഷമാക്കിയിരിക്കുന്ന സങ്കടകരമായിട്ടുള്ള വാർത്തകളാണ് അവിടുന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. 80 പാലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. അതിൽ നിരവധി പേർ കുട്ടികളും സ്ത്രീകളുമാണ്. ഗസ സിറ്റി പിടിക്കാനായിട്ട് കരയുദ്ധം ആരംഭിച്ചിരിക്കുന്നു. മുകളിൽ നിന്ന് വ്യോമസേന ബോംബ് വർഷം നടത്തുന്നു. പട്ടിണി കിടന്ന് മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഗസ വല്ലാത്ത ഒരു നരകമായി മാറിയിരിക്കുകയാണ്. UN പ്രതികരിച്ചു, യൂറോപ്യൻ രാജ്യങ്ങൾ പ്രതികരിക്കുന്നു, ഗൾഫ് രാജ്യങ്ങൾ പ്രതികരിക്കുന്നു. തുർക്കിയാണെങ്കിൽ ബന്ധങ്ങൾ മുഴുവൻ ഇസ്രായേലുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിച്ചു. അവരുടെ വ്യോമാതിർത്തി അടച്ചു. തുർക്കി ഒരു തരം യുദ്ധപ്രഖ്യാപനം പോലെ നടത്തിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ. ഒരുപക്ഷെ ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങളെ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ ശക്തിയായിട്ട് മാറുന്നു. പക്ഷേ സൗദിയും UAE ഒന്നും ഇതിന് വലിയ രീതിയിൽ ചെവി കൊടുത്തിട്ടില്ല. അപ്പോൾ ഇസ്രായേൽ ഈ ഗസയിലെ യുദ്ധം രൂക്ഷമാക്കുന്നതോടെ അവിടെ ഒരുപാട് പേര് ഇനിയും കൊല്ലപ്പെടുന്ന അവസ്ഥയാണുള്ളത്. മരണസംഖ്യ 63,000 കടന്നിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.